ഹലോ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പം ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എണീറ്റ് വന്ന സമയത്ത് അഭിയേട്ടനുണ്ട്, ഡൈ ചെയ്യുന്നുണ്ട്. അപ്പം മൂപ്പര് സുന്ദര കുട്ടപ്പനാവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാൻ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു. പാട്ടൊക്കെ പാടുന്നുണ്ട്, പക്ഷെ പാട്ടൊന്നും ഇതിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 10 മണിയായ സമയത്ത് മോൾക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ആ കൊറിയർ ഒന്ന് അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് കൊറിയറിൽ വന്നതെന്നുള്ളത് എനിക്ക് വലിയ ധാരണയില്ല. വളരെ ഇഷ്ടപ്പെട്ട എന്തോ സാധനം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നപ്പം അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി ഒരു ചപ്പലാണ് വന്നത്, റൂമിലിട്ട് നടക്കാൻ പറ്റിയ ചപ്പൽ. അങ്ങനെ അത് ഓപ്പൺ ചെയ്തപ്പം ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കവറ് പൊളിച്ച് നോക്കി, പക്ഷേ ഈ കവറിൽ ഈ സാധനമാണെന്ന് എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു. പക്ഷേ ഓപ്പൺ ചെയ്ത് നോക്കി, അത് കഴിഞ്ഞ് പുറത്തേക്ക് എടുത്ത് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായ വെൽവെറ്റിൻ്റെ ഒരു ചെരുപ്പാണ്. അവൾക്ക് റൂമിലിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തെ പറമ്പിലേക്ക് നോക്കിയപ്പോൾ നല്ല മഴ കണ്ടപ്പോൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഈ തെങ്ങ് തടം തുറക്കുന്ന ഏട്ടനുണ്ടായിരുന്നു. ആ ഏട്ടന് മഴ കൂടിയപ്പോൾ കുട ചൂടി അപ്പുറത്തെ സൈഡിലേക്ക് മാറി നിൽക്കാൻ പോയതാണ്. പിന്നീട് ഞാൻ വന്ന് ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഉള്ളിയും മുളകും തക്കാളിയും എല്ലാം റെഡിയാക്കി വെച്ചു. ഉള്ളി വഴറ്റുകയാണ്. പച്ചമുളകും പിന്നെ ഇഞ്ചിയും കാര്യങ്ങളൊക്കെ ചതച്ച് വെച്ച് അതിലേക്ക് റെഡിയാക്കി വെച്ചു. അരിയെല്ലാം റെഡിയാക്കി കഴുകി അടുപ്പത്ത് വെച്ചിട്ടില്ല, വെക്കാൻ പോവുകയാണ്. അങ്ങനെ ഇതുണ്ടാക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അഭിയേട്ടനാണ്. അപ്പം അത് ചിക്കൻ്റെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അരിയാണ് റെഡി ആവാനുള്ളത്. എന്നോട് തൊട്ട് പോകരുതെന്ന് പറഞ്ഞത്. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ്. അങ്ങനെ അത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വല്യച്ഛൻ്റെ മകൻ വന്നത്. അപ്പോൾ 2 പേരും കൂടി പാട്ട് പാടാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഡൈനിങ് ഹാളിലിരുന്ന് പാട്ട് പാടുമ്പോഴേക്കും ഇത് ദം ബിരിയാണി ആവും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവർ രണ്ടാളും പാടുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി ഇരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ് ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുഡ്. നല്ല സാധാരണക്കാരൻ്റെ ബിരിയാണി. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയുള്ളൂ. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ.